ഒരായുസ് അർത്ഥവത്തായോ അല്ലയോ എന്ന് എങ്ങനെയാണ് അളക്കുന്നത്? ഒരുപാട് സമ്പത്തുണ്ടായാൽ മതിയോ? ഒരുപാട് പ്രസിദ്ധിയിലായാൽ മതിയോ? എല്ലാം കഴിഞ്ഞിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുത അല്ലിത് എന്ന് ഓർത്തിരിക്കുക. യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം അത്ര നല്ലതല്ലായിരുന്നു എന്ന് പഠിക്കുന്ന ഏവർക്കും അറിയാം. അവൻ്റെ ജീവിതം അവനും ഭാരമായിരുന്നു, മറ്റുള്ളവർക്കും ഭാരമായിരുന്നു. ചുരുക്കത്തിൽ യോസഫിനെ കാണുവാൻ മിസ്രൈമിലേക്ക് പോകുന്നതുവരെ അവൻ ഒരു ദൈവമനുഷ്യനായിരുന്നു എന്ന് പോലും പറയുക പ്രയാസമാണ്. തത്വത്തിൽ അവനൊരു ദൈവമനുഷ്യനായിരുന്നെങ്കിലും ജീവിതത്തിൽ അത് പ്രകടമായിരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പലരും വീണ്ടും ജനനം പ്രാപിച്ചവർ എന്ന് സ്വയം പറയുന്നുവെങ്കിൽ തന്നെ അത് ജീവിതത്തിൽ പ്രകടമാകാത്തതുകൊണ്ട്, പ്രത്യക്ഷമായ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ കാണാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ചിന്താക്കുഴപ്പം. അതുപോലെ തന്നെയാണിതും. ഇപ്പോൾ നിങ്ങളിൽ ചിലർ വാദിച്ചേക്കാം, അത് ശരിയല്ല, ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടതായി നാം വായിക്കുന്നു, അവനോട് സംസാരിച്ചതായി നാം കാണുന്നു, ഇടയ്ക്കിടെ യാക്കോബ് യാഗം അർപ്പിച്ചു, നേർച്ച നേർന്നു, എണ്ണ ഒഴിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ അവനൊരു ദൈവമനുഷ്യനായിരുന്നില്ല എന്ന് താങ്കൾ എങ്ങനെ തെളിയിക്കും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, പ്രിയ സുഹൃത്തേ, ഇടയ്ക്ക് 1-2 പ്രാവശ്യം ആത്മീയത കാണിച്ചാൽ, അതിൽ വിജയിച്ചെന്നാൽ ജീവിതം മുഴുവൻ വിശ്വാസത്താലാകുന്നു നയിക്കുന്നതെന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. അത് തികച്ചും തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെന്നും ഭക്തരെന്നും ഒക്കെ ചിന്തിക്കുന്നവർ ആഴ്ചയിൽ ഒരിക്കൽ ആരാധനയ്ക്ക് പോയി ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചെന്നാൽ, ആണ്ടിലൊരിക്കൽ നോമ്പ് നോക്കി പുണ്യസ്ഥലം സന്ദർശിച്ചെന്നാൽ തങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാകുന്നു, വിശ്വാസത്താൽ നടക്കുന്നവരാകുന്നു എന്ന് ചിന്തിച്ച് യാതൊരു ഉത്സാഹവുമില്ലാത്ത, മാതൃകയൊന്നുമില്ലാത്ത ഒരു ആത്മീയ ജീവിതം ജീവിച്ച് ദൈവനാമത്തിന് ദുഷി കൊണ്ടുവരുന്നതും ജീവിതം ബോറനാക്കുന്നതും. ഒരു യഥാർത്ഥ ദൈവവിശ്വാസിയിൽ കാണേണ്ട അടിസ്ഥാന സ്വഭാവങ്ങളോ മനോഭാവങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും യാക്കോബിൽ അവൻ്റെ ആദ്യകാലങ്ങളിൽ നാം കാണുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ വല്ലപ്പോഴും ദൈവത്തെ വിളിക്കുന്നത് കൊണ്ടായില്ല സുഹൃത്തെ. മിക്കപ്പോഴും അവനൊരു പരാജയമായിരുന്നു. ഒരു ദൈവവിശ്വാസിയിൽ കാണേണ്ട ഒന്നാമത്തേതും അടിസ്ഥാനപരവുമായ സ്വഭാവം ശരിയായ ബന്ധങ്ങളാകുന്നു. നിങ്ങൾ സമ്മതിക്കില്ലേ? യാക്കോബ് അതിൽ അമ്പേ പരാജയപ്പെട്ടു. ജ്യേഷ്ഠൻ ഏശാവോട്, അപ്പനോട്, അമ്മായിയപ്പനോട്, ലാബാൻ്റെ കുടുംബത്തോട്, എന്തിനേറെ സ്വന്തം വീട്ടിൽ മക്കളുടെ ഇടയിൽ പോലും അത് പ്രതിഫലിച്ചു. തകർന്ന ബന്ധങ്ങൾ, സകലരെയും മുഷിപ്പിച്ച് ജീവിക്കുന്നവനെ എങ്ങനെ ദൈവവിശ്വാസി എന്ന് വിളിക്കുവാൻ സാധിക്കും? എൻ്റെ കുറ്റമല്ല, മറ്റുള്ളവരുടെ കുറ്റമാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? രണ്ടാമതായി, ഒരു ദൈവവിശ്വാസിയിൽ കാണേണ്ട സ്വഭാവം എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. യാക്കോബ് ഇക്കാര്യത്തിലും ഒരു വമ്പൻ പരാജയമായിരുന്നു. അവൻ തീരുമാനങ്ങൾ എടുക്കുന്ന വിധങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. തനിക്ക് സൗകര്യമായ വിധത്തിൽ തീരുമാനിക്കുക, അത് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്നതിലാണെങ്കിലും അപ്പൻ്റെ അനുഗ്രഹം കബളിപ്പിച്ചു വാങ്ങുന്നതാണെങ്കിലും ശരി, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതിൽ ആകുന്നെങ്കിലും ശരി, ശേഖേമിൽ പോകുന്നതാണെങ്കിലും എല്ലാം തെറ്റിയ തീരുമാനങ്ങളായിരുന്നു. അതുമാത്രമല്ല, പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നപ്പോഴൊക്കെ യാക്കോബ് ആകെ പതറി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഒന്നും ഒരാശ്രയമില്ലാത്തതുപോലെ സ്വന്തം പദ്ധതികളെ ക്രമീകരിക്കുകയോ നിരാശയുടെ അഗാധതയിലേക്ക് താണു പോവുകയോ ഒക്കെ ചെയ്തു. ഒരുപക്ഷെ സുഹൃത്തെ, താങ്കളുടെ അനുഭവം ഈ പറഞ്ഞത് തന്നെ ആയിരിക്കും. കുറ്റപ്പെടുത്തുകയല്ല. ഒരു ദിവസം വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ, അടുത്ത ദിവസം പരാജയത്തിൻ്റെ പടുകുഴിയിൽ. ജീവിതം വിജയകരമാക്കുവാൻ ശക്തമായ വിശ്വാസം ഏതാകുന്നു? നാം അത് എങ്ങനെ പ്രാപിക്കും? ഇങ്ങനെ വല്ലപ്പോഴും വിജയിച്ചാൽ മതിയോ? അത് വിരസമായൊരു ജീവിതമല്ലേ? ആത്മാർത്ഥതയുള്ള നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിലെ ചില നല്ല കാൽവയ്പ്പുകളെ ഇന്ന് പഠിക്കാം. അതത്രേ
ഇന്നത്തെ ജീവസന്ദേശത്തിൽ നാം ചിന്തിക്കുന്നത്. ഇന്നത്തെ ജീവസന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. യാക്കോബിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 17 വർഷങ്ങൾ, അതായത് അവൻ മിസ്രൈമിൽ ചെലവഴിച്ച 17 വർഷങ്ങൾ ഒരു വിശ്വാസവീരന്റെ പ്രകടനമാകുന്നു നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിൽ നമുക്കതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ നടക്കുന്നത്? ബൈബിളിൽ പ്രധാനമായും 2 പ്രകാരത്തിലുള്ള നടപ്പിനെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഒന്ന്, ജഡത്തെ അനുസരിച്ച് നടക്കുക. 2, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, അഥവാ വിശ്വാസത്താൽ നടക്കുക. റോമാലേഖനം 8 അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഈ ഭാഗം മനസ്സിലാക്കുവാൻ ആദ്യം ജഡം എന്തെന്ന് നാം മനസ്സിലാക്കണം. ബൈബിളിൽ ജഡം എന്ന പ്രയോഗം പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ശരീരം എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യനിലെ ദൈവത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമായിട്ടാണ്, മനുഷ്യനിലെ ഒരു സിസ്റ്റമായിട്ട്. മനുഷ്യനെ 3 വ്യത്യസ്ത ഘടകങ്ങളെ കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ അതുല്യതയായും അത് കാണപ്പെടുന്നുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്നിവയത്രേ ആ 3 ഘടകങ്ങൾ. ബൈബിളിൽ പല ഭാഗത്തും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 1 തെസ്സലോനിക്കർ 5:23 അത് വ്യക്തമാണ്. ദേഹിയും ആത്മാവും തങ്ങളെ പ്രകടമാക്കുന്നത് ദേഹത്തിൽ അഥവാ ശരീരത്തിലൂടെയാണ്. ദേഹം മനുഷ്യനിലെ ഭൗമിക ബോധമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദേഹം പ്രവർത്തിക്കുന്നു. ദേഹി എന്നത് മനുഷ്യനിലെ സ്വയബോധമാണ്. മനുഷ്യന്റെ മനസ്സ്, വികാരം, ഇച്ഛാശക്തി എന്നിവ കൊണ്ട് ദേഹി പ്രവർത്തിക്കുന്നു. മനസ്സെന്നതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി, യുക്തി എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇച്ഛാശക്തി എന്നതുകൊണ്ട് തീരുമാനമെടുക്കുവാനുള്ള കഴിവാണ്. ആത്മാവ് മനുഷ്യനിലെ ദൈവബോധമാകുന്നു. ദൈവവുമായി സമ്പർക്കത്തിനും സംസർഗത്തിനും കൊതിക്കുന്ന മനുഷ്യന്റെ ആത്മാവ്. ദൈവം മനുഷ്യനുമായി ബന്ധപ്പെട്ടിരുന്നത് ആത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, മനുഷ്യന്റെ ആത്മാവ്. പാപത്തിൽ വീഴുന്നതിനു മുൻപ് മനുഷ്യനിലെ ഈ 3 ബോധങ്ങളും ഒന്നോടൊന്ന് ഇഴുകിച്ചേർന്ന് ഒന്നായി പ്രവർത്തിച്ചിരുന്നു. അവർ തമ്മിൽ യാതൊരു സംഘർഷവുമില്ലായിരുന്നു, യാതൊരു ചിന്താക്കുഴപ്പവുമില്ലായിരുന്നു. മനുഷ്യനിലെ ത്രിത്വം, ത്രിയേകത്വം, സ്വയബോധമായ ദേഹി ദൈവബോധമായ ആത്മാവിൽ നിന്ന് ദൈവാലോചന പ്രാപിച്ച് ദേഹത്തെ നയിച്ചിരുന്ന വിജയകരമായ, അർത്ഥവത്തായ, ആനന്ദകരമായ, ആസ്വാദ്യകരമായ നിറവിന്റെ ഒരു ജീവിതമായിരുന്നു പാപത്തിൽ വീഴുന്നതിന് മുൻപ് മനുഷ്യനുണ്ടായിരുന്നത്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും വേർപെട്ടുപോയ മനുഷ്യൻ ആകെ തകർന്നു. ദൈവബോധമാകുന്ന ആത്മാവ് മനുഷ്യനിൽ നിർജീവമായി, പ്രവർത്തനരഹിതമായി. ഇതിനെ ബൈബിളിൽ മരിച്ച അവസ്ഥയായും എഫെസ്യർ 2:1, ആത്മാവില്ലാത്ത അവസ്ഥയായും 1 കൊരിന്ത്യർ 2:14, യൂദായുടെ ലേഖനം 19 വാക്യം ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മീയമായി മരിച്ച മനുഷ്യനെ നയിക്കുവാനുള്ളത് അവന്റെ ദേഹി മാത്രമായി. സന്തുലിത നഷ്ടപ്പെട്ട മനുഷ്യൻ, മനസ്സ്, വികാരം, ഇഷ്ടാനിഷ്ടങ്ങൾ, അതത്രേ ജഡം എന്ന് പറയുന്നത്. അവന്റെ ദേഹി. മനുഷ്യൻ തൻ്റെ വികാരം കൊണ്ട്, തൻ്റെ ബുദ്ധി കൊണ്ട്, തൻ്റെ യുക്തി കൊണ്ട്, തൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ട്, തൻ്റെ അനിഷ്ടങ്ങൾ കൊണ്ടൊക്കെ മുൻപോട്ട് ജീവിച്ചു പോകുന്നു. മനുഷ്യൻ തൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചും യുക്തി ഉപയോഗിച്ചും വികാരത്തിനടിമപ്പെട്ടും തനിക്കിഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൂട്ടുന്ന തകർന്ന അവസ്ഥയിലാണ് പാപത്തിന് ശേഷം. അത് അവനും സമൂഹത്തിനും ദോഷം മാത്രമാണ് ഉണ്ടാക്കി വെക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മനുഷ്യനായി, മനുഷ്യന്റെ രക്ഷയ്ക്കായി അയച്ചു. ക്രിസ്തു പറഞ്ഞു താനാണ് യഥാർത്ഥ ജീവനെന്ന്. അങ്ങനെ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരുടെ നിർജീവമായ ആത്മാവ് ജീവൻ പ്രാപിച്ച് സജീവമാകുന്നു, പ്രവർത്തന നിരതമാകുന്നു, ആത്മീയ ജീവൻ പ്രാപിക്കുന്നു. ആദിയിൽ ദൈവം നേരിട്ട് മനുഷ്യന്റെ ആത്മാവിലൂടെ അവനെ നടത്തിയിരുന്നു എങ്കിൽ ഇന്ന് ക്രിസ്തുവിലൂടെ സജീവമായ മനുഷ്യന്റെ ആത്മാവിലൂടെ ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ദൈവം നമ്മെ നയിക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ നാം വചനത്തിലെ സത്യങ്ങൾ അനുസരിക്കുമ്പോൾ, അതായത് ദൈവവചനത്താൽ
നമ്മുടെ ബുദ്ധിയും യുക്തിയും വികാരവും ഇഷ്ടാനിഷ്ടങ്ങളും നിയന്ത്രിക്കപ്പെടുമ്പോൾ നാം ആത്മാവിൽ നടക്കുന്നവരാകും. അങ്ങനെയുള്ള ജീവിതം തോറ്റും ജയിച്ചും വീണും എണീറ്റും 2 അടി കയറി 3 അടി ഇറങ്ങിയുള്ള ഒന്നായിരിക്കില്ല, മറിച്ച് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിക്കുന്നതും ആനന്ദദായകവും ആകും. യാക്കോബ് ഈ വസ്തുത മനസ്സിലാക്കിയത് തന്റെ ജീവിത സായാഹ്നത്തിലാണ്. അതുകൊണ്ട് എന്താ, തന്റെ നല്ല ആയുസ് ആസ്വദിക്കാതെ കളഞ്ഞു. എന്നാൽ ഇപ്പോൾ അവൻ ആളാകെ മാറി. 47-ാം അധ്യായം അതത്രേ നമ്മെ പഠിപ്പിക്കുന്നത്. അവസാനത്തോടടുക്കുമ്പോൾ ക്ഷാമം വളരെ രൂക്ഷമായി. ലോക ജനത മുഴുവനും ഈ പറഞ്ഞതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ കനാനും മിസ്രൈമുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ പുരോഗമനത്തിന് അതല്ലേ നമ്മെ സഹായിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ ചരിത്രം പറഞ്ഞതുകൊണ്ട് വിശേഷമില്ലല്ലോ. അതുകൊണ്ട് 47-ാം അധ്യായം ആരംഭിക്കുന്നത് 47-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അങ്ങനെ യോസഫ് ചെന്നു, എന്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തു നിന്ന് വന്നു ഗോശൻ ദേശത്തിരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു. യോസഫ് തന്റെ പിതാവിനെയും സഹോദരന്മാരെയും മിസ്രൈമിലെ ഫറവോന്റെ അടുത്ത് കൊണ്ടുചെല്ലുന്നു. അവർക്ക് വേണ്ടി ഒരു സ്ഥലം ആവശ്യപ്പെടുന്നതിനു മുൻപ് തന്നെ അവൻ അവരെ ഗോശൻ ദേശത്താക്കുന്നത് നാം വായിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവർ അവിടെ ഇരിക്കുമെങ്കിൽ ആ ദേശം തന്നെ ഫറവോൻ അവർക്ക് കൊടുക്കുവാൻ സാധ്യതയുണ്ടല്ലോ. അവര് അവിടെ ചെന്ന് കെട്ടുകളൊക്കെ അഴിച്ച് പൊറുതി തുടങ്ങിക്കാണുമല്ലോ ഇതിനോടകം. 2-3 വാക്യങ്ങളിൽ പിന്നെ അവൻ തന്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവന്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു. ആടുകളെ മേയ്ക്കുവാനോ ഇടയന്മാരെയോ മിസ്രൈമ്യർ ഗണ്യമാക്കിയിരുന്നില്ല. അങ്ങനെ മിസ്രൈമ്യർ ചെയ്യുവാൻ താല്പര്യപ്പെടാതിരുന്ന ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടത് ഇസ്രായേൽ മക്കൾക്ക് അവിടെ ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നും കാണിക്കുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രയീം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്ക. അവർ ഗോശൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ മേൽ വിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു. ആടുമേയ്ക്കൽ മിസ്രൈമ്യരുടെ ഇടയിൽ അത്ര പ്രചാരമുള്ള വേല അല്ലാതിരുന്നതിനാൽ തന്റെ കന്നുകാലികളെ നോക്കുവാൻ ഫറവോൻ ആരെയെങ്കിലും ആവശ്യമായിരുന്നു. തുടർന്ന് യോസഫ് തന്റെ സ്വന്തം പിതാവിനെ ഫറവോന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് നാം കാണുന്നത്. ഇതൊരു അതിമഹത്തായ രംഗം തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ യാക്കോബ് ഇപ്പോൾ നല്ല അനുഭവത്തിലാണ് നിൽക്കുന്നത്. ആൾ ആകെ മാറി. അവൻ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. അവനൊരു വിശ്വാസ മനുഷ്യനാണ്. എത്ര ഉന്നതമായ പ്രതികരണമാണ് അവനിൽ നിന്നും നാം കാണുന്നത്. 7-ാം വാക്യം നോക്കിക്കാട്ടെ. യോസഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് കൊണ്ടുചെന്നു അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. ഇവിടെ യാക്കോബാണ് ഫറവോനെ അനുഗ്രഹിക്കുന്നത്. അവൻ അവന്റെ പേരിനൊത്ത് ജീവിക്കുവാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അവനിപ്പോൾ ദൈവത്തിനൊരു സാക്ഷിയാകുകയാണ്. വലിയവൻ എപ്പോഴും ചെറിയവനെ അനുഗ്രഹിക്കുന്നു. യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ടാണ്, ജീവനുള്ള ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട്. 8-ാം വാക്യത്തിൽ യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ഈ പറഞ്ഞ അവസരത്തിൽ യാക്കോബ് പണ്ടത്തെ തന്റെ സ്വഭാവവുമായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഫറവോന്റെ ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറഞ്ഞേനേയും എന്നൊന്ന് ഊഹിച്ചേ. ഞാൻ ഊഹിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങനെ പറഞ്ഞേനേയും, അത് പറഞ്ഞാൽ ഫറവോനെ, എനിക്ക് 130 വയസ്സായി. ഇതിനോടകം ഞാൻ നേടിയത് എന്തൊക്കെയാണെന്നും കൂടി ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ശരിക്കും കബളിപ്പിച്ചു. ഞാനൊരു മിടുമിടുക്കനായിരുന്നു. അവന്റെ ജ്യേഷ്ഠാവകാശം ഞാൻ കൈക്കലാക്കി. പിന്നെ എൻ്റെ പിതാവിനെ ഒന്ന് പറ്റിച്ച് ജ്യേഷ്ഠനുള്ള അനുഗ്രഹവും വാങ്ങി. പിന്നീട് ഞാൻ എങ്ങനെയാണ് ഈ പണക്കാരനായതെന്നറിയാമോ? ഈ കാണുന്നതൊക്കെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയതെന്നറിയാമോ? അത് എൻ്റെ അമ്മായിയപ്പനെ കൈകാര്യം ചെയ്തതാണ്. ഇന്ന് നമ്മിൽ പലരും ചെയ്യുന്നത് പോലെ സ്വന്തം കുടുംബത്തെക്കുറിച്ച് യാക്കോബിന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാമായിരുന്നു. തൻ്റെ മിടുക്കും സ്ഥാനവും മാനവും എല്ലാം പൊങ്ങച്ചമായി പറയുക
എന്നാൽ യാക്കോബിന് ഇപ്പോൾ അത് സാധിക്കില്ല. കാരണം അവൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അവന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാലും 9-ാം വാക്യത്തിൽ യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് മിസ്രൈമിലേക്ക് വന്നപ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ മരിക്കുമ്പോൾ അവന് 147 വയസ്സായിരുന്നു. അതുകൊണ്ട് യാക്കോബ് 17 വർഷം മിസ്രൈം ദേശത്ത് പാർത്തു എന്ന് നമുക്കിപ്പോൾ അറിയാം. യാക്കോബ് മിസ്രൈമിലേക്ക് വന്നപ്പോൾ അവൻ വാസ്തവത്തിൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുകയായിരുന്നു. എന്നാൽ യോസഫിനെ കണ്ടതിന്റെ സന്തോഷവും യോസഫിനോടൊത്ത് മിസ്രൈമിൽ പാർക്കുന്നതിന്റെ അനുഭവവും യാക്കോബിന്റെ ജീവിതം 17 വർഷം കൂടി നീട്ടി. യാക്കോബ് തന്റെ ആയുസിനെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചോ? എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം. ഹോ, ഈ മനുഷ്യനിലെ മാറ്റം എത്ര വലുതാണില്ലേ! അവൻ പറയുന്നത് താൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയാകുന്നു എന്ന്. തന്റെ സ്വന്തം ദേശം ഈ ഭൂമിയല്ല എന്ന്. പരദേശിയും സ്വദേശിയും തമ്മിലുള്ള വ്യത്യാസം വളരെയേറെ അറിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു കൂട്ടമാകുന്നു ഈ മലയാളികൾ. വിദേശത്ത് പോയി, പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ പോയി അധ്വാനിക്കുമ്പോഴും നമ്മുടെ ആൾക്കാർ അവിടെ ഒന്നും കാര്യമായി നിക്ഷേപിക്കാറില്ല. പിന്നെയോ സ്വന്തം ദേശത്ത് മാത്രം. കാരണം ഒരു ദിവസം ആ നാട്ടിലെ ആൾക്കാർ പറയും, ഞങ്ങളാണ് സ്വദേശികൾ, നിങ്ങൾ പരദേശികൾ. ഒന്ന് മാറിത്തന്നിട്ട് ഞങ്ങളുടെ മക്കൾക്ക് സമ്പാദിക്കുവാനുള്ള അവസരം കൊടുത്താട്ടെ എന്ന്. ഇതിനോടകം അത് ആരംഭിച്ചു കഴിഞ്ഞല്ലോ. ഇത് ഗണ്യമാക്കാതെ യാക്കോബ് തന്റെ ആയുസിന്റെ നല്ല പങ്ക് ജീവിച്ചത് ഈ ഭൂമി തന്റെ സ്വദേശമാകുന്നു എന്ന് കരുതിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇവിടെ സമ്പാദിക്കുവാൻ, ഇവിടെ നിക്ഷേപിക്കുവാൻ അവൻ തത്രപ്പെട്ട് ഓടുകയായിരുന്നു. കള്ളം പറഞ്ഞും വഞ്ചന കാണിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ സമ്പാദിക്കുന്ന പ്രവണത. എന്നാൽ യാക്കോബ് ഇപ്പോൾ മനസ്സിലാക്കി, ഈ പരാക്രമം കാണിച്ച് താൻ സമ്പാദിച്ചതും നിക്ഷേപിച്ചതുമെല്ലാം അധികം താമസിയാതെ ഇട്ടേച്ചു പോകേണ്ടി വരുമെന്ന്. അവൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാനൊരു പരദേശി മാത്രമാകുന്നു എന്ന്. ഈ അറിവ് ജീവിതത്തിൽ എത്രയും ചെറുപ്പത്തിൽ ഉണ്ടാകുന്നുവോ അത്രയും നല്ലതാണ്. യാക്കോബിന്റെ വല്യപ്പൻ അബ്രഹാം അതറിഞ്ഞ് ജീവിച്ചതിനെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ജീവിതാവസാനം വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നതിന് കാരണം അവർ അവരുടെ ആയുസ് വിശ്വാസത്തിൽ അല്ല ജീവിച്ചത്. പിന്നെയോ അനാദികാലം ഇവിടെ ജീവിക്കുവാൻ പോകുന്നു എന്ന ധാരണയിൽ സമ്പാദിച്ചു കൂട്ടി ഇപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ടു പോകണം. അവർക്ക് അതൊട്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഫറവോനുമായുള്ള ഈ കണ്ടുമുട്ടൽ ഈ വൃദ്ധന് തന്നെക്കുറിച്ച് തന്നെ അല്പം പറയുവാനുള്ള അവസരമായിരുന്നു, പൊങ്ങച്ചമടിക്കുവാൻ. എന്നാൽ ഈ യാക്കോബ് എത്രമാത്രം മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചോ? അവൻ പറയുന്നത് താൻ 130 വർഷം പ്രായമുള്ളവനാകുന്നു എന്നും തന്റെ ജീവിതം വാസ്തവത്തിൽ ഒന്നും പറയുവാനായിട്ടില്ലാത്തതാകുന്നു എന്നുമാണ്. ഒന്നും പറയുവാനായിട്ടില്ലാത്തതാകുന്നു, തനിക്കൊന്നും പുകഴുവാനില്ല പോലും. അവൻ പറയുന്നത് എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. തന്റെ പ്രായമായിരുന്ന പിതാവിന്റെ അടുത്ത് താൻ കാണിച്ച ആ വേലയൊന്നും പുകഴുവാൻ കൊള്ളുന്നതല്ല എന്നത്രേ യാക്കോബിന്റെ ഇപ്പോഴത്തെ ഭാഷ്യം. പകരം അവൻ പറയുന്നത് തന്റെ പിതാക്കന്മാരെ പോലെ താൻ നല്ലവനല്ല എന്നത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന്. ഇതൊരു രൂപാന്തരപ്പെട്ട വ്യക്തിയുടെ വാക്കുകളായി തോന്നുന്നില്ലേ സുഹൃത്തെ? ആ പഴയ യാക്കോബിന്റെ സംസാരമായി ഇത് തോന്നുന്നേയില്ല. തന്റെ ജീവിതത്തിന് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. താൻ വളരെയധികം നേടിയെന്നൊന്നും അവൻ ഒട്ടും പുകഴുന്നില്ല. പലപ്പോഴും നമ്മുടെ പുകഴ്ച നമ്മുടെ നേട്ടങ്ങളിലല്ലേ? നാം മറ്റുള്ളവരെ ചതിച്ചതും നമ്മുടെ സാമർഥ്യം കൊണ്ട് നേടിയതുമെല്ലാം. യാക്കോബിനെ പോലെ നമ്മിൽ രൂപാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ച് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി. ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യാക്കോബ് വളർന്നില്ല എന്നായിരുന്നല്ലോ. എന്നാൽ ഇപ്പോഴെന്റെ തോന്നൽ യാക്കോബ് ആത്മീയമായി വളർന്നു എന്നത്രേ. പൊങ്ങച്ചമടിക്കുവാൻ അവന് ലഭിച്ച നല്ല അവസരം അവൻ ഉപയോഗിക്കുന്നില്ല.
വേറെ ആരായിരുന്നെങ്കിലും ഫറവോനെ പോലെയുള്ള ഒരു വലിയ ഭരണാധികാരിയുടെ മുൻപിൽ പുകഴാൻ ലഭിച്ച അവസരം ശരിക്കും വിനിയോഗിച്ചേനെയും ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറഞ്ഞേനെയും. മഹാന്മാരുടെ അടുക്കൽ ലഭിക്കുന്ന അവസരങ്ങൾ സാധാരണ ആരും പാഴാക്കാറില്ല. സ്വന്തം ദേശത്ത് നിന്ന് വെളിയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഓരോ നാട്ടിൽ ചെന്ന് നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞു കൂട്ടുന്നത് വാസ്തവത്തിൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ യാക്കോബ് സ്വയം പുകഴുന്നില്ല. അവനൊരു പാപിയാണെന്നും ദൈവകൃപയാൽ മാത്രം രക്ഷിക്കപ്പെട്ട പാപിയാണെന്നും അവൻ ഏറ്റുപറയുന്നു. തങ്ങളെ തന്നെ ഉയർത്തിക്കാണിക്കാനുള്ള പലരുടെയും ശ്രമം എത്ര ലജ്ജാകരമാകുന്നു. ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ആ ആളിനെ ഉയർത്തുവാൻ, ദൈവത്തെക്കാൾ കൂടുതൽ ഉയർത്തുവാൻ നാം ഒക്കെ എത്രമാത്രം ശ്രമം നടത്താറുണ്ട്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ ഇന്ന് യേശു കർത്താവിനേക്കാൾ അധികം പുകഴ്ച ലഭിക്കുന്നത് ചില വ്യക്തികൾക്കല്ലേ? അത് തെറ്റാണ്. നമ്മോട് ദൈവം കൃപയോടുകൂടി വർദ്ധിച്ചതിനാൽ രക്ഷപ്പെട്ട ഒരു കൂട്ടം പാപികളാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാം. അവൻ മാത്രമാണ് നമുക്ക് പുകഴുവാനുള്ളത്. യാക്കോബിനുണ്ടായ രൂപാന്തരം നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം യോസഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപാർപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്കും മിസ്രയീം ദേശത്തിലേക്കും നല്ല ഭാഗമായ രംസേസ് ദേശവും അവകാശവും കൊടുത്തു. രംസേസ് ദേശം ഗോശൻ ദേശം തന്നെയാണ്. 12-13 വാക്യങ്ങളിൽ യോസഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെ ഒക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ടു വലഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ, മിസ്രയീമും കനാനും മാത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ സംഭവ പരമ്പരകൾക്ക് അത് രണ്ടും മാത്രം മതിയെന്നുള്ളത് കൊണ്ടാണ്. യാക്കോബ് തന്റെ കുടുംബത്തോടെ കനാനിൽ പാർത്തിരുന്നെങ്കിൽ നശിച്ചുപോയേനെ. മിസ്രയീമിൽ ധാന്യം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ദേശം ഒരു ധാന്യവും വിളയിച്ചിരുന്നില്ല. കനാൻ ദേശം ഒരു ധാന്യവും വിളയിച്ചിരുന്നില്ല. അപ്പക്കലവറയിൽ ക്ഷാമം കഠിനമായിരിക്കുമ്പോൾ മറ്റുള്ളിടത്തെ കാര്യം പറയണമോ? ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവനും ക്ഷാമം വ്യാപിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം മിസ്രയീമിൽ ധാന്യം വിളയിക്കുവാൻ ആവശ്യമായ നൈൽ നദി കര കവിഞ്ഞൊഴുകുന്നില്ല എന്നതായിരുന്നു അവരുടെ പ്രശ്നം. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ് മിസ്രയീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ച് പണം യോസഫ് ഫറവോന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. പലരും യോസഫിനെ വളരെയധികം വിമർശിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇനിയും നാം വരുന്നത്. ഓരോരുത്തർ പറയാറുണ്ട്, യോസഫ് ആ ക്ഷാമത്തെ മുതലെടുത്ത് ജനങ്ങളെ ഒരു വിധത്തിൽ ചൂഷണം ചെയ്യുകയായിരുന്നു പോലും. കാരണം ജനങ്ങളുടെ സ്ഥലമെല്ലാം അവൻ എഴുതി കൂട്ടിയല്ലോ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് യോസഫിനെ സംബന്ധിക്കുന്ന ഒരു തെറ്റായ വിമർശനമാകുന്നു ഇതെന്നത്രേ. അവൻ ഈ ചെയ്യുന്നതൊന്നും തനിക്കായിട്ടല്ല, തന്റെ കുടുംബത്തിനായിട്ടല്ല, തന്നെ തന്നെ എങ്ങനെങ്കിലും വലിയ പണക്കാരനാക്കുവാനുമല്ല അവൻ ശ്രമിക്കുന്നത്. ഒരു പ്രകാരത്തിലും അവൻ കൗശലം പ്രയോഗിക്കുന്നില്ല. ക്ഷാമം നിമിത്തം അവൻ തനിക്കായി സമ്പാദിച്ചു കൂട്ടുവാൻ ശ്രമിക്കുകയല്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകിയിട്ടാണ് അവൻ ഫറവോനു വേണ്ടി വസ്തുക്കൾ സമ്പാദിക്കുന്നത്. തനിക്ക് വേണ്ടി തന്നെ സമ്പാദിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് തെറ്റായിരുന്നു. രാജ്യത്തിനു വേണ്ടിയാണ് അവൻ പ്രവർത്തിച്ചത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണം ശേഖരിക്കുന്നതിനെ പലരും വളരെയധികം വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവർ സാധാരണ വിമർശിക്കാറില്ല എന്നതാണ് രസം. പക്ഷേ ഒന്നും കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവരെ വിമർശിക്കുന്നത് എത്ര നീചമാണെന്നറിയാമോ? ഈ ശേഖരിക്കുന്നവർ സ്വന്തമായി ബംഗ്ലാവ് വയ്ക്കുവാനും വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനും പണം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ പണം സൂക്ഷ്മതയോടെ അവർ കൈകാര്യം ചെയ്യുന്നെങ്കിൽ എന്താണ് തെറ്റ്? അങ്ങനെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പണം നൽകുന്നവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. യോസഫ് ചെയ്തത് അന്നത്തെ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും ശരിയാണ്. ക്ഷാമം വളരെ രൂക്ഷമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ തങ്ങൾക്കുള്ളതെല്ലാം നൽകി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയത്. ഞാൻ ഇനിയും 21-ാം വാക്യമാണ് വായിക്കുന്നത്. ജനങ്ങളെയോ അവൻ മിസ്രയീം ദേശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു. പട്ടണങ്ങളിലേക്കൊരു വലിയ കുടിയേറ്റം ഉണ്ടായി. അങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം പാണ്ഡികശാലകളൊക്കെ അന്ന് പട്ടണങ്ങളിലായിരുന്നു. അപ്പോൾ ധാന്യ വിതരണം ചെയ്യുവാൻ എളുപ്പമാണല്ലോ. ആരംഭത്തിൽ തന്നെ യോസഫ് ധാന്യം ശേഖരിച്ചു വെക്കുവാൻ ഈ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തത് നാം നേരത്തെ വായിച്ചതാണല്ലോ. 27 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്,
തന്നെ കൊണ്ടുപോയി കനാനിൽ തന്നെ അടക്കണമെന്ന് യാക്കോബ് യോസഫിനോട് ആവശ്യപ്പെടുന്നതിൻ്റെ ആ രഹസ്യമാണ്. ഒന്നാമതായി, അവനിപ്പോൾ 147 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് താൻ ഇനിയും ജീവനോടെ കനാൻ നാട്ടിലേക്ക് പോകയില്ലെന്നും മിസ്രയീം ദേശത്ത് തന്നെ താൻ മരിക്കുമെന്നും യാക്കോബിന് തോന്നിത്തുടങ്ങി. അതിപ്പോൾ അവന് കൂടുതൽ തെളിവായി തോന്നിത്തുടങ്ങി. യോസഫിനെ കൊണ്ട് തിരികെ സ്വദേശത്തേക്ക് പോകുവാൻ വന്ന യാക്കോബ് 17 വർഷങ്ങളായിട്ട് മിസ്രയീമിലാണ്. മിസ്രയീം ദേശം മുഴുവൻ യോസഫ് ഫറവോനു വേണ്ടി വാങ്ങിക്കുന്നതിൽ വിജയിച്ചപ്പോൾ ഇനിയും തന്റെ കുടുംബം കനാനിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുവാൻ യാക്കോബ് നിർബന്ധിതനായി. ഞാൻ അധികം താമസിയാതെ മരിക്കുമെന്ന് അവന്റെ പ്രായം അവനോട് പറഞ്ഞു. തന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ യാക്കോബിനുള്ള വിശ്വാസത്തിന്റെ തെളിവായി ഈ അപേക്ഷയെ നാം മനസ്സിലാക്കേണ്ടതാണ്. നാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നാം തിരുവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ ചിന്ത പല പ്രാവശ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. പഴയ നിയമത്തിലെ പ്രത്യാശ ഭൗമികമായ ഒന്നായിരുന്നു. താൻ ആ ദേശത്ത് തന്നെ മരിച്ചവരിൽ നിന്നും ഉയർക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് ആ ദേശത്ത് തന്നെ അടക്കുവാൻ അബ്രഹാം ആഗ്രഹിച്ചു. ഇസഹാക്കും അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഇപ്പോഴിത യാക്കോബും അതേ വിശ്വാസം പ്രകടമാക്കുന്നു. പഴയ നിയമത്തിലെ പ്രത്യാശ കർത്താവിനോട് കൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെടുമെന്നോ പുതിയ യെരുശലേം എന്ന പട്ടണത്തിൽ ചേർക്കപ്പെടുമെന്നോ ഒന്നുമായിരുന്നില്ല. ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന ക്രിസ്തുവിന്റെ രാജ്യമായിരുന്നു പഴയ നിയമ വിശ്വാസികളുടെ പ്രത്യാശ. അത് സംഭവിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രത്യാശ നിവൃത്തിയാകും. ഈ ആളുകൾ ആ രാജ്യത്തിനായി ഉയർക്കപ്പെടും. ആദ്യത്തെ 1000 വർഷം പരീക്ഷണത്തിന്റെ ഒരു സമയമായിരിക്കും. അതിനുശേഷം നിത്യരാജ്യം, അതെ, അവസാനമില്ലാത്ത രാജ്യം. ഈ കാരണത്താലാണ് യാക്കോബ് മിസ്രയീമിൽ തന്നെ അടക്കരുതെന്ന് ശഠിച്ചത്. തന്നോടുള്ള ദൈവവാഗ്ദത്തങ്ങളിൽ അവന് വിശ്വാസമൊന്നുമില്ലായിരുന്നെങ്കിൽ അവനെ എവിടെ അടക്കിയാൽ എന്താ, എല്ലാം ഒരുപോലെ തന്നെ. ഇന്ന് ദൈവമക്കളുടെ ജഡം എവിടെ സംസ്കരിച്ചാലും ഒരു വ്യത്യാസവുമില്ല. അത് കുടുംബക്കല്ലറയിലാണെങ്കിലും പുറമ്പോക്കിലായാലും ഒരു വ്യത്യാസവുമില്ല. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ലാത്തവരുടെ ജഡം ഏറ്റവും ഭദ്രമായി തന്നെ സംസ്കരിച്ചു കൊള്ളണം. മരിച്ച ദൈവമക്കളുടെ ശരീരവും ആത്മാവും അതെവിടെയായിരുന്നാലും മധ്യാകാശത്ത് ചേർക്കപ്പെടുന്ന സമയത്ത് ഒന്നിച്ചു ചേർന്ന് ഉയർത്തെഴുന്നേൽക്കും. അഥവാ അപ്പോഴും നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാം രൂപാന്തരപ്പെടുകയും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നിട്ടുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നും അനുഗ്രഹീത പാഠങ്ങൾ പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. പഠിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണമേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനാകണമേ. ആമേൻ. ഇന്ന് വചനം കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നാം തമ്മിൽ കാണുന്നവരെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകണം.